ഡോക്ടർ, ദൃശ്യയുടെ റിസൾട്ട് ആയിട്ടുണ്ട്. അവരോട് വരാൻ പറയൂ. ഓക്കെ ഡോക്ടർ. ദൃശ്യ, ഡോക്ടർ വിളിക്കുന്നു. അവരും ഇരിക്കൂ. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? മോളുടെ അച്ഛൻ ഗൾഫിലാ. ദൃശ്യ എന്നല്ലേ പേര്? റിസൾട്ടൊക്കെ ഞാൻ നോക്കി. അതിനകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. ഡോക്ടർ, നിങ്ങൾ കൂടുതൽ ടെൻഷനൊന്നും അടിക്കണ്ട. എന്നാലും ഞാൻ പറയുകയാണ്, HIV പോസിറ്റീവാണ്. എന്നാലും ഇതെൻ്റെ മോൾക്ക് എങ്ങനെ പറ്റി ഡോക്ടർ? ഇത് ചികിത്സിച്ചാൽ മാറില്ല ഡോക്ടർ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഡോക്ടർ. എനിക്കിതെങ്ങനെ സംഭവിച്ചു ഡോക്ടർ? സാധാരണഗതിയിൽ രക്തം സ്വീകരിക്കുന്നതിലൂടെ അതുപോലെ അവയവങ്ങളൊക്കെ സ്വീകരിക്കുമ്പോഴാണ് HIV മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ വല്ലതും മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ? 1 വർഷം മുന്നേ മോൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു. അന്ന് നമ്മൾ ബ്ലഡ് സ്വീകരിച്ചിരുന്നു ഡോക്ടർ. അതുവഴിയാകാം. ചിലപ്പോൾ അങ്ങനെ ആവാം. മോളെ രക്ഷിക്കാൻ പറ്റത്തില്ല ഡോക്ടർ. ഞങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. എത്ര പണം വേണമെങ്കിലും മുടക്കാം. എൻ്റെ മോളെ കൈവിടല്ലേ ഡോക്ടർ. നിങ്ങൾ വിഷമിക്കാതെ. ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും തന്നെ ഇല്ല. പിന്നെ ഈ അസുഖം മൂർച്ഛിക്കായിരിക്കും. അതായത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു രോഗമല്ല, ഒരു അവസ്ഥയാണ്. പിന്നെ ഇത് മൂർച്ഛിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് മരുന്നുണ്ട്. അല്ലാതെ ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുന്നൊരു അസുഖമല്ല. ശരി ഡോക്ടർ. കഷ്ടം പാവങ്ങൾ. പിന്നെ ഇവരുടെ ഡീറ്റെയിൽസ് ഒന്ന് വേണമായിരുന്നു. ഓക്കെ ഡോക്ടർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കുക. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഇന്ന് എല്ലാവരും വന്നിട്ടുണ്ടോ? ഹാജരെന്നെടുത്തേ. അലീന പ്രസന്റ്. അമൃത പ്രസന്റ്. ക്രിസ്റ്റീന ആബ്സെന്റ്. ദൃശ്യ ആബ്സെന്റ്. ദൃശ്യ എന്താ വരാത്തെ? കുറച്ച് ദിവസമായിട്ട് ആബ്സെന്റ് ആണല്ലോ. നജിമ പ്രസന്റ്. സാന്ദ്ര പ്രസന്റ് ടീച്ചർ. സുബീന പ്രസന്റ് ടീച്ചർ. സ്വപ്ന പ്രസന്റ് ടീച്ചർ. സ്വാതി പ്രസന്റ് ടീച്ചർ. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പാഠഭാഗങ്ങളൊക്കെ എല്ലാവരും വീട്ടിൽ ചെന്ന് പഠിച്ചോ? വായിച്ചോ? എല്ലാവരും ഹോംവർക്കൊക്കെ ചെയ്തോ? അമൃതേ, ആ പാഠഭാഗം എടുത്തൊന്ന് വായിച്ചേ. ജോസഫ്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിലെത്തിയത്. വെറുതെ ഒരു സന്ദർശനം. വരവിൻ്റെ പ്രഥമ ശുശ്രൂഷകൾ കഴിഞ്ഞപ്പോൾ നാടാകെ ഒന്ന് ചുറ്റിക്കാണാൻ ഇറങ്ങി. അന്നേരം എൻ്റെ മനസ്സിൽ നിറഞ്ഞു തെളിഞ്ഞത് ജോസഫിൻ്റെ രൂപമാണ്. പണ്ട് കുടുംബത്തിൽ പാടവും പറമ്പും ധാരാളം ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളുടെ പ്രധാന കൃഷിക്കാരനായിരുന്നു ജോസഫ്. നിലം ഉഴുക അയാളല്ല, അതൊക്കെ കീഴ്ത്തൊഴിലാളികളുടെ കർമ്മം. ഉഴവ് കഴിഞ്ഞ് പാടം മരമടിക്ക് പാകമായാൽ ഒരു ടീച്ചറെ എന്താ? പിന്നെ ടീച്ചർ അറിഞ്ഞായിരുന്നോ മീറ്റിങ്ങിന്റെ കാര്യം? എന്തോ മീറ്റിംഗാ ടീച്ചറെ? സ്റ്റാഫ് മീറ്റിംഗ്. ഇല്ല, ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ ടീച്ചറെ, എൻ്റെ ക്ലാസ്സിലെ ദൃശ്യ കുറച്ച് ദിവസം കൊണ്ട് വരുന്നില്ല ടീച്ചറെ.
ആണോ? ഞാനും ശ്രദ്ധിച്ചായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ആ കുട്ടി കുറച്ച് ദിവസം കൊണ്ട് ആബ്സെന്റ് ആയിരുന്നു. ഞാൻ ടീച്ചറിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. വിളിച്ചു വിളിച്ചില്ലായിരുന്നു. ടീച്ചർ, പക്ഷെ കിട്ടിയില്ല. വ്യക്തമായ കാരണം എന്താണെന്ന് അറിയില്ല. ഇത് പ്രിൻസിപ്പാളിനെ കൂടെ അറിയിക്കണ്ടായോ ടീച്ചറെ നമുക്കൊന്ന്? ഇല്ലെങ്കിൽ പിന്നെ അത് ഞാൻ ടീച്ചറിനോട് പറയാനിരിക്കുമായിരുന്നു. എന്തായാലും ഇന്ന് മീറ്റിംഗ് ഉണ്ടല്ലോ ടീച്ചറെ. ശരിയാ ടീച്ചറെ, അപ്പം നമുക്ക് കാണാം. എന്നാൽ നമുക്ക് പോകുന്ന വഴിക്ക് പ്രിൻസിപ്പളിനെ കാണാം. ഞാൻ ടീച്ചറിനെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. ടീച്ചറിന്റെ ക്ലാസ്സിലെ ദൃശ്യം ഇന്ന് വന്നായിരുന്നോ? അതിനെപ്പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതാ ടീച്ചറെ, അതിനെപ്പറ്റി തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കുട്ടിയുടെ ഡോക്ടർ എന്നെ വിളിച്ചായിരുന്നു. ദൃശ്യക്ക് HIV പോസിറ്റീവാണ്, എയ്ഡ്സ് ആണ്. അയ്യോ, കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷേ ആ കുട്ടി നാളെ തൊട്ട് ക്ലാസ്സിൽ വരും. നമ്മൾ ആവശ്യമുള്ള കെയർ അവൾക്ക് കൊടുക്കണം. തൽക്കാലം ദൃശ്യക്ക് എയ്ഡ്സ് ആണെന്ന് ആരോടും പറയണ്ട. അയ്യോ, എടീ, നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ ക്ലാസ്സിൽ ദൃശ്യക്ക് എയ്ഡ്സാ? ഞാൻ അതുവഴി പോയപ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് കേട്ടതാ. നിങ്ങളായിട്ട് ഇനി ആരോടും ചെന്ന് പറയാൻ നിൽക്കണ്ട കേട്ടോ. ദേ ദൃശ്യ വരുന്നു. ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ ഇരിക്കണ്ട, ഇവിടെ സ്ഥലമൊന്നുമില്ല. അവിടെ പോയിരിക്കേ, അവിടെ പോയിരുന്നാ മതി. എന്താ ഞാൻ ഇരുന്നാല്? ഞങ്ങൾക്ക് പേടിയാ. എന്താ മോളെ, എന്തു പറ്റി? അവരെല്ലാം കൂടെ എന്നെ ഒറ്റപ്പെടുത്തുവാ ടീച്ചർ. മോള് വിഷമിക്കണ്ട, നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാം. വാ മോള് വിഷമിക്കണ്ട, മോൾ ഇവിടെ നിൽക്കി, ടീച്ചർ ഇപ്പോൾ വരാം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഓക്കെ ശരി, ഞാൻ വിളിക്കാം. ടീച്ചറെ, ഒരു പ്രശ്നമുണ്ട്. ഞാൻ നമ്മുടെ ദൃശ്യയുടെ ക്ലാസ്സിലേക്ക് പോയപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കുട്ടികളെല്ലാവരും ആ കുട്ടിയെ ഒറ്റപ്പെടുത്തുകയാണെന്നാ. ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്തണം ടീച്ചറെ. ഇല്ലെങ്കിൽ പിന്നെ ആ കുഞ്ഞ് പഠിത്തമൊക്കെ നിർത്തി വീട്ടിൽ ഇരിക്കും. ടീച്ചർ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊന്ന് പരിഹരിക്കണം. ശരി ടീച്ചറെ, നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യോ, ടീച്ചറെ ഇന്ദു ടീച്ചറിനെ വിളിച്ചുകൊണ്ടൊന്ന് ആ ഡോക്ടറെ അടുത്ത് വരെ ഒന്ന് പോകാമോ? ശരി ടീച്ചറെ, ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പോവാം. നമുക്ക് എന്തു പറ്റിയടി? നീ എന്തിനാ കരയുന്നേ? കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പറ. എനിക്ക് പോകാൻ തോന്നുന്നില്ല ചേച്ചി അങ്ങോട്ട്. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നേ? എന്നെ അവരെല്ലാം കൂടെ ഒറ്റപ്പെടുത്തുക, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇനി. അതൊന്നും സാരമില്ല. നീ എന്ത് പ്രശ്നം ഉണ്ടായാലും നീ അങ്ങോട്ട് തന്നെ പോകണം. ഞങ്ങളെല്ലാം നിൻ്റെ കൂടെ, നീ അത് ഓർക്കണം. എനിക്ക് ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല ചേച്ചി. നീ അങ്ങനൊന്നും പറയാതെ, അതൊക്കെ പറയുന്നത് തന്നെ തെറ്റാ. ഇല്ല, ഞാൻ പോകുന്നില്ല. പോകണം. ഇനി പോയില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാനൊക്കില്ല. അത് നീ ഓർക്ക്. കൂട്ടുകാർ പോലെ എന്നെ ഒഴിവാക്കുക ചേച്ചി. അത് സാരമില്ല, എല്ലാം ശരിയാകും. ഞാനും അച്ഛനും അമ്മയും എല്ലാം നിൻ്റെ കൂടില്ലേ. നീ ചെറിയ കുട്ടിയല്ലേ, നിനക്ക് ഇനിയും ഒരുപാട് ലോകങ്ങൾ കാണാനുണ്ട്. നീ നന്നായിട്ട് പഠിക്കണം. അതുകൊണ്ട് നാളെ തൊട്ട് നീ സ്കൂളിൽ പോകണം. ഞങ്ങൾ ദൃശ്യയുടെ സ്കൂളിൽ നിന്ന് വരുക. ഞങ്ങൾക്കൊന്ന് ഡോക്ടറെ കാണാൻ പറ്റുമോ? ഇവിടെ നിൽക്കേ. ഡോക്ടർ ദൃശ്യയുടെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. വരാൻ പറയൂ.
ആ ഡോക്ടർ വരാൻ പറഞ്ഞു. ആ ശരി. ആ ഡോക്ടറെ. ആ വാ ഇരിക്കുക. ഡോക്ടറെ, ഞങ്ങൾ ഡോക്ടറിൻ്റെ പേഷ്യൻ്റായ ദൃശ്യയുടെ സ്കൂളിലെ ടീച്ചേഴ്സാണ്. ഇതാണ് ദൃശ്യയുടെ ക്ലാസ് ടീച്ചർ. ആ നേഴ്സ് പറഞ്ഞായിരുന്നു. ഡോക്ടറെ, ഞാൻ ദൃശ്യയുടെ ക്ലാസ് ടീച്ചറാണ്. ദൃശ്യ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വന്നിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്. കുട്ടികളൊക്കെ ദൃശ്യ അവോയ്ഡ് ചെയ്യുന്നൊരു രീതിയാണ്. കുട്ടികളല്ലേ, അവർക്ക് എയ്ഡ്സിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ, അവയർനെസ് ഒന്നും ഇല്ലല്ലോ. ആ ഒരു കണക്കിന് കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇതൊരു വലിയ രോഗമാണെന്ന ചിന്താഗതി അവരിലുണ്ട്. ഇതിനൊരു കൃത്യമായ അവയർനെസ് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരാം. ഇത് സമൂഹത്തിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെ ആണല്ലോ. ഡോക്ടർ പറ്റുമെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ വന്നൊരു അവയർനെസ് ക്ലാസ് എടുക്കാമോ? ഞാൻ വരാം. എത്രയും പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലതായിരുന്നു ഡോക്ടറെ. ഓക്കെ, സമയം പോലെ വരാം. എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഒരു കാര്യം ചെയ്ത് എൻ്റെ കോൺടാക്റ്റ് നമ്പറാണ്. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ ഡോക്ടർ. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഡോക്ടർ ഗൗരി എന്നാണ്. അപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ. ബോധവൽക്കരണ ക്ലാസ്സിനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനു മുമ്പേ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എയ്ഡ്സ് എന്ന രോഗത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും HIV എന്ന വൈറസ് മനുഷ്യ ശരീരത്തിൽ കടക്കുമ്പോഴാണ് എയ്ഡ്സ് എന്ന അസുഖം ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി, പേര് നിങ്ങൾക്കറിയാം, ദൃശ്യയ്ക്ക് HIV സ്ഥിരീകരിച്ചത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് HIV എന്നത് ഇപ്പോൾ HIV ഉള്ളൊരു വ്യക്തിയെ നമ്മൾ സ്പർശിച്ചെന്ന് കരുതിയോ അല്ലെങ്കിൽ HIV ഉള്ള ഒരാളുടെ കൂടി ഇരുന്നെന്ന് കരുതിയോ HIV മനുഷ്യരിലേക്ക് കടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത് പ്രധാനമായിട്ട് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് കടക്കുന്നത്? രക്തം സ്വീകരിച്ചതിലൂടെ, അതായത് HIV ഉള്ള ഒരാളുടെ രക്തം സ്വീകരിച്ചതിലൂടെയോ അല്ലെങ്കിൽ അവയവങ്ങളൊക്കെ സ്വീകരിക്കുകയാണ്. അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ HIV ഉള്ള ഒരാളെ സ്പർശിച്ചെന്ന് കരുതിയോ ഒന്നും ഇത് സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടിക്ക് HIV ആണെന്ന് അറിഞ്ഞു. അപ്പോൾ ഒരിക്കലും ആ കുട്ടിയെ നിങ്ങൾ അവഗണിക്കുകയോ ചെയ്യരുതായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായി കാണുമല്ലോ. നിങ്ങൾ നിങ്ങളുടെ ദൃശ്യയെ പഴയതുപോലെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും സ്നേഹിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പിന്തുണയാണ് ആ കുട്ടിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളിനി ആ കുട്ടിയെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. എപ്പോഴും സ്നേഹിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ദൃശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൃശ്യം ഇങ്ങോട്ട് വിളിച്ചാലോ? അപ്പോൾ ഇനി ആരും ദൃശ്യം ഒറ്റപ്പെടുത്തില്ല കേട്ടോ. ഈ കൂട്ടുകാരെല്ലാവരും ദൃശ്യയുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ദൃശ്യയുടെ പാരൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. നമുക്കവരെ ഇങ്ങോട്ട് ക്ഷണിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും എൻ്റെ മോളെ ചേർത്ത് നിർത്തണം.